കണ്ണൂർ വിഷൻ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽ കിസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഹൈടെക്കായ ഒരു വിദ്യാലയത്തിലാണ് ഇമേജ് മൊബൈൽ കിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം കണ്ണൂർ വിഷൻ ചാനലിൻ്റെ സ്വന്തം പ്രോഗ്രാമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഹൈടെക് ക്ലാസ് റൂമുകളൊക്കെ വളരെ ഹൈടെക്കാണ്. നമുക്കറിയാം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബെഞ്ചും ഡെസ്ക് എന്നൊക്കെ പറഞ്ഞ ആ രീതിയിലായിരുന്നു. ഇപ്പോൾ മനോഹരമായിട്ട് സുന്ദരമായിട്ട് എന്താ പറയുക, ഏതാണ്ട് 2 കോടി ബഡ്ജറ്റിലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിദ്യാലയം ഹൈടെക് ആക്കിയിരിക്കുന്നത്. ശരിക്കും നാട്ടിലെ ഓരോ വിദ്യാലയങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്, അതിനോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അനുബന്ധിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലുള്ള വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത്. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വിദ്യാലയമാണ്, ഒരുപാട് പേര് പഠിച്ചിറങ്ങിയ ഒരു വിദ്യാലയമാണ് ഒതേമാടം UP സ്കൂൾ. ഇവിടെ വെച്ചിട്ടാണ് ഇമേജ് മൊബൈൽ കിസിൻ്റെ എപ്പിസോഡ് ഞങ്ങൾ ഇന്ന് ചിത്രീകരിക്കാൻ പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും, കണ്ണൂർ വിഷൻ ചാനൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇമേജ് മൊബൈൽ കിസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. ഇമേജ് മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കുന്നത് ഒതേമാടം UP സ്കൂളിൽ വെച്ചിട്ടാണ്. കഴിഞ്ഞ ഒരു എപ്പിസോഡും ഞങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു ഒതേമാടം UP സ്കൂളിൽ വെച്ചിട്ട്. ഒരു വലിയ ഒരു പദ്ധതിയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ പുതിയൊരു പദ്ധതി എന്ന് പറയുന്നത് 2 കോടി മുതൽ മുടക്കുള്ള ഒരു സുന്ദരമായിട്ടുള്ളൊരു പദ്ധതിയാണ് ഈ ഒരു പുതിയ ഹൈടെക് ക്ലാസ് റൂം എന്ന് പറയുന്നത്. അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള എന്താ പറയുക ഒരു വിദ്യാലയമാണ് ഒതേമാടം UP സ്കൂൾ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ടീം ഇവിടെ അറിയാം. പേര് പറ. കയ്യൊക്കെ വിട്ട് സൂപ്പറായിട്ട് നിൽക്കും, കൂളായിട്ട് നിൽക്കും, ഒരു ടെൻഷനും ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ട് കേട്ടോ. ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളെ പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ്. വെറുതെ പരിചയപ്പെട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ, ഒരു സമ്മാനവും തരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്, അത്ര മാത്രമേ ഉള്ളൂ. പേരെന്നോട് പറയുമ്പോൾ എവിടെയാണ് സ്ഥലം, എവിടെയാണ്, സുഖാണോ? പേര് പറ. അനുഗ്രഹം. സുഖമായിരിക്കുന്നു. ഓക്കെ. ക്ഷേത്രത്തിലൊക്കെ പോകാറുണ്ടോ? അനുഗ്രഹം ഏത് ദൈവത്തിനോടാണ് കൂടുതൽ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക? മുത്തപ്പനോടാ. പേരെന്താണ്? അൻവിത്. എവിടെ ഓടണേ? അവിടെ ഉഷാറായിട്ടിരിക്കും. അൻവിതിന്റെ വീട് എവിടെയാണ്? താവത്ത് കുറേ കുട്ടികൾ വരുന്നുണ്ടെന്നോ അല്ലേ ഇവിടെ പഠിക്കാൻ? അല്ലേ? സ്കൂൾ ബസ്സിൽ തന്നെയാണോ വരുന്നത്? ഇവിടെ എത്രാം ക്ലാസ് മുതൽ ഉണ്ടായിരുന്നു അൻവിത് പഠിക്കാൻ തുടങ്ങിയിട്ട്? മുന്നേ എവിടെയായിരുന്നു? അവിടെയായിരുന്നു പഠിച്ചത്. പേര് പറ. ശ്രീഹരി. എവിടെയാണ് സ്ഥലം? ശ്രീഹരി ഇവിടെ തന്നെ. പേരെന്താണ്? ഹൃതിക. എവിടെയാണ് സ്ഥലം? ഹൃതിക. കുന്നനങ്ങാട് എന്ന് പറയുമ്പോൾ ഇതിന്റെ അടുത്ത് തന്നെയാണോ? നടന്നു വരേണ്ട ദൂരേ ഉള്ളൂ. എന്നാ പിന്നെ കേൾക്കട്ടെ, നാടൻ പാട്ടൊക്കെ കേൾക്കട്ടെ, നമുക്ക് ചോദ്യമൊക്കെ ചോദിച്ചാൽ അടിപൊളിയാക്കാം. ഇഷ്ടമുള്ളൊരു പാട്ട്, ഏത് പാട്ടായാലും കുഴപ്പമില്ല. നാടൻ പാട്ടോ മോക്ക് ഇഷ്ടമുള്ള ഏത് പാട്ടായാലും കുഴപ്പമില്ല. നാടൻ പാട്ട് തന്നെ വേണമെന്നില്ല, ഏത് പാട്ടായാലും കുഴപ്പം. റെഡി? ശരി. ഓക്കെ, റെഡി. ശരി. എൻ്റെ ഗുരുനാഥാടി പാദം തൊഴുന്നേ, കുംഭിമുഖവാന് വച്ച വിളക്ക്, എൻ്റെ ഗുരുനാഥാടി പാദം തൊഴുന്നേ, അത്തി നല്ല ചെത്തി ചെന്തായി മരം, കരിനീല തുളസി നകം വന്നരുൾ ചെയ്വോ, ചെന്താമര പാൽക്കടലിൽ നഖം വന്ന് താലി ചാർത്തി, ചെന്താമര പാൽക്കടലിൽ നഖം വന്ന് താലി ചാർത്തി. അടിപൊളി. ശരി. ഈ ചെറുകുന്ന് ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നാടൻ പാട്ടിൻ്റെ കുറേ ട്രൂപ്പുകളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് അല്ലേ? അതിലൊക്കെ പങ്കെടുക്കലുണ്ടോ? ഏതെങ്കിലും ട്രൂപ്പിലുണ്ടോ? അങ്ങനെ നാടൻ പാട്ടിനോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഇതിലൊരു ടീം ലീഡർ എന്ന് പറയുന്ന ആരായിട്ടാണ് നിൽക്കുന്നത്? ഒരു ടീം ലീഡർ ആരാണ്? ഓക്കെ. പേരൊന്നും കൂടി പറഞ്ഞേ. അനുഗ്രഹമാണ് ടീം ലീഡർ. അപ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് ഉത്തരം പറയും. ഞാൻ ചോദിക്കുന്നത് ഒരാളോടായിട്ടല്ല ചോദിക്കാൻ, ടീമിനോടായിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ. 4 ഓപ്ഷൻ തരാം ചേട്ടൻ. ഒരു ചോദ്യം കേട്ട് 4 ഓപ്ഷൻ തരാം. അപ്പോൾ അത് ഏത് ഉത്തരമാണെന്നുള്ളത് ഒന്ന് കറക്കി കുത്തിയിട്ടൊക്കെ നമുക്ക് ഉത്തരം പറയാം. അപ്പോൾ തുടങ്ങാം. റെഡി? അപ്പോൾ എല്ലാവരും ഓക്കെ പറ. റെഡി പറ. ഓക്കെ. അപ്പോൾ ഓക്കെ ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് റൗണ്ടിൽ ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഓക്കെ. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ട്. എല്ലാ വർഷവും ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണ്? ജൂലൈ 5, ജൂൺ 5, ഓഗസ്റ്റ് 5, മാർച്ച് 5. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഉറപ്പാണോ? മാറ്റണോ? ജൂൺ 5 തന്നെ നിൽക്കട്ടെ അല്ലേ? ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ഈ ലോക പരിസ്ഥിതി ദിനത്തിന്റെ സമയത്ത് ഇവിടെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടായിരുന്നോ? എന്തെങ്കിലും ഉണ്ടായിരുന്നു? നട്ട് വളർത്തി എന്തെങ്കിലും ചെടിയൊക്കെ നട്ട്? എല്ലാം എല്ലാവരും ഓക്കെ. പിന്നെ പുതിയ ചെടിയൊക്കെ നട്ട് വളർത്തിയോ? ജൂൺ 5. റൈറ്റ് ആൻസർ.
ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന മനോഹരമായിട്ടുള്ളൊരു സമ്മാനമാണ്. ഫസ്റ്റ് റൗണ്ടിലെ സമ്മാനമാണ്. നീ എവിടെയാണോ ഒറ്റ കണ്ടിട്ട് നോക്കുന്നത് കേട്ടോ? അപ്പോൾ ഇത് കയ്യിൽ വെക്കുക. ഇനിയും സമ്മാനങ്ങളൊക്കെ വരാനുണ്ട്. ഇതുപോലെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഞാൻ സമ്മാനം തരാം. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോവാം. സെക്കൻഡ് റൗണ്ട്, ഈസി റൗണ്ട്. ഉറക്കത്തിൽ മരണം സംഭവിക്കുന്ന രോഗം ഏതെന്നുള്ളതാണ് ചോദ്യം. ക്യാൻസർ ആണോ, ഹൃദ്രോഗമാണോ, ഷുഗർ ആണോ, BP ആണോ? ഉറക്കത്തിൽ മരണം സംഭവിക്കുന്ന രോഗം ക്യാൻസർ ആണോ, ഹൃദ്രോഗമാണോ, ഷുഗർ ആണോ, BP ആണോ? ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള അസുഖമാണ് ഉറക്കത്തിൽ മരണം സംഭവിക്കുന്നത്. അതിനെന്താ പേര് പറയാം? ഹൃദ്രോഗം എന്ന് പറയും, അറ്റാക്ക് എന്ന് പറയും, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും, സൈലന്റ് അറ്റാക്ക് എന്ന് പറയും. രാത്രി ഉറക്കത്തിൽ സംഭവിക്കുന്ന മരണം ഹൃദ്രോഗം കാരണമാണ്. ഉറപ്പാണോ? മരണ്ട ഉറപ്പ്? ഒരു തരം, രണ്ട് തരം, മൂന്ന് തരം ഹൃദ്രോഗം. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. ബാഗുകൾക്ക് മാത്രമായുള്ള വലിയൊരു ഷോറൂമാണ് കണ്ണൂർ. ബാഗ് ആൻഡ് ബാഗ് കേട്ടോ. ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന മനോഹരമായിട്ടുള്ളൊരു സമ്മാനം. ഇനി ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കും. ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ ബമ്പർ സമ്മാനം തരും. ഉത്തരം പറയുന്നത് തെറ്റാണെങ്കിൽ ഈ ബാഗ് ആൻഡ് ബാഗിൻ്റെ സമ്മാനം ചേട്ടൻ ഇങ്ങോട്ട് തിരിച്ചെടുക്കും. ഇപ്പോൾ പിന്മാറുകയാണെങ്കിൽ ഈ രണ്ട് സമ്മാനങ്ങളൊക്കെ കൊണ്ട് ക്ലാസ്സിലേക്ക് തിരിച്ചു പോകാം. എന്ത് ചെയ്യുന്നു? മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോവാം. ഓക്കെ, ഡിസ്കസ് ചെയ്തിട്ട് ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ. മൂന്നാമത്തത് ഒരു അല്പം കൂടി ടഫായിരിക്കും. ഓക്കെ, തേർഡ് റൗണ്ട്, ഓഡിയൻസ് ചോയ്സ് റൗണ്ട്. സൂചി കൊണ്ട് കുത്തിയാൽ പോലും വേദനിക്കാത്ത മനുഷ്യൻ്റെ ഒരവയവം ഹൃദയമാണോ, തലച്ചോറാണോ, കരളാണോ, ശ്വാസകോശമാണോ? ആലോചിച്ച് പറഞ്ഞാൽ മതി. സൂചി കൊണ്ട് കുത്തിയാൽ പോലും വേദനിക്കാത്ത അവയവം ഹൃദയമാണോ, ഹൃദയം, തലച്ചോർ, കരൾ, ശ്വാസകോശം? ആലോചിച്ച് പറയണേ. ആലോചിച്ച് പറഞ്ഞാൽ മതി. ആലോചിച്ച് പറഞ്ഞാൽ മതി. അത് പഠിച്ചിട്ടുണ്ടോ? ഇത് ഗസ് ചെയ്യുന്നതാണ്. ഒന്നും കൂടി ഡിസ്കസ് ചെയ്യൂ. സൂചി കൊണ്ട് കുത്തിയാൽ പോലും വേദനിക്കാത്ത അവയവം. ഒരു ക്ലൂ തരാം. ഇതിൽ ശ്വാസകോശം എന്ന് പറയുന്ന ഉത്തരം ഞാൻ എടുത്തു കളയാം. അതല്ല. ഹൃദയമാണോ, തലച്ചോറാണോ, കരളാണോ? ഹൃദയമാണോ, തലച്ചോറാണോ, കരളാണോ? സൂചി കൊണ്ട് കുത്തിയാൽ പോലും വേദനിക്കാത്ത അവയവം. ഇപ്പം ഞാൻ എവിടെ നിർത്തുക? സൂചി കൊണ്ട് കുത്തിയാൽ പോലും വേദനിക്കാത്ത അവയവം ഏതാണ്? ഹൃദയമാണോ, തലച്ചോറാണോ, കരളാണോ? ഹൃദയമാണോ, തലച്ചോറാണോ, കരളാണോ? തലച്ചോറാണ് സൂചി കൊണ്ട് കുത്തിയാൽ പോലും വേദനിക്കാത്ത മനുഷ്യൻ്റെ ഒരു അവയവം. ശ്വാസകോശം ഞാൻ എടുത്തു കളഞ്ഞു. തലച്ചോർ, ഹൃദയം, തലച്ചോർ, കരൾ. തലച്ചോറ്. ഡിസ്കസ് ആയിട്ട് ഉത്തരം ആലോചിച്ച് അങ്ങനെ പറഞ്ഞാണ് അല്ലേ? ആലോചിച്ച് പറഞ്ഞാണ്. നിന്റെ മനസ്സിൽ വേറെന്തോ ഒരു ഉത്തരം ഉണ്ടല്ലോടാ? ഒന്നുമില്ല. തലച്ചോറാണ് സൂചി കൊണ്ട് കുത്തിയാൽ പോലും വേദനിക്കാത്ത മനുഷ്യൻ്റെ ശരീരാവയവം അല്ലേ? റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. ബാഗ് ആൻഡ് ബാഗ് ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂമാണ്. കണ്ണൂരിലെ ഏറ്റവും വലിയ ഷോറൂമാണ് ബാഗ് ആൻഡ് ബാഗ്. ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം കേട്ടോ. അതായത് സ്കൂൾ ബാഗിൻ്റെയും അതുപോലെ തന്നെ ട്രാവലിംഗ് ബാഗ്, പേഴ്സ് എല്ലാം ഒരു കുടക്കയിൽ ലഭിക്കുന്നതാണ് ബാഗ് ആൻഡ് ബാഗ്. അപ്പോൾ കണ്ണൂർ പോകുന്ന സമയത്ത് ബാഗൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ബാഗ് ആൻഡ് ബാഗിലേക്ക് പോവാം. ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സമ്മാനം. അടിപൊളിയൊന്നും കൂടണ്ട, ടീച്ചറെ കയ്യിൽ കൊടുത്താൽ മതി. ടീച്ചർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ഒതേമാടം UP സ്കൂളിൽ വെച്ച് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടീം. 5ാം ക്ലാസ് പഠിക്കുകയല്ലേ എല്ലാവരും? ഭക്ഷണം കഴിച്ചോ എല്ലാവരും? എന്തായിരുന്നു ചോറിൻ്റെ കൂടെ എന്തായിരുന്നു കറിയുന്നു? പരിപ്പ്. പിന്നെ പയറ് വറവും പരിപ്പും ചോറും. സ്കൂളിലെ ഫുഡാണോ ഇഷ്ടം, വീട്ടിലെ ഫുഡാണോ ഇഷ്ടം? സ്കൂളിലെ ഫുഡ് ഭയങ്കര ഇഷ്ടം. അത് ഇഷ്ടപ്പെടാൻ കാരണം എന്താ? നല്ല ടേസ്റ്റാണ്. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പ്ലേറ്റൊക്കെ എടുത്തിട്ട്. പേരെന്താണ് മോളുടെ? ആരാധ്യ. ഇത്തിരി ഉറക്കം സംസാരിക്കണം കേട്ടോ. ആരാധ്യയുടെ സ്ഥലം എവിടെയാണ്? കവടിശ്ശേരി. ആഹാ, ശരി. വീട്ടിലാരൊക്കെ ഉണ്ട് മോളുടെ? അച്ഛനും അമ്മയും. 5ാം ക്ലാസ് ഏതാ ഡിവിഷൻ? 5Bയിലാണോ പഠിക്കുന്നത്? എത്ര കുട്ടികളുണ്ട് ക്ലാസ്സിലിപ്പം? ക്ലാസ്സിൽ 14. പേരെന്താണ്? നീലാഞ്ജന. 5ാം ക്ലാസ്സിലെത്തിയല്ലേ? എന്നിട്ട് പഠിക്കണ്ടേ? 5ാം ക്ലാസ്സിലെത്തി. വീട്ടിൽ നിന്നൊക്കെ എന്ത് പറഞ്ഞു? മോളെ നീ 5ാം ക്ലാസ്സിലെത്തി, ഇനിയിപ്പം എന്തൊക്കെയാ പറഞ്ഞു തന്നെ വീട്ടിൽ നിന്ന്? നല്ലോണം പഠിക്കണം. പിന്നെന്ത് പറഞ്ഞു? വേറെ ഒന്നും പറഞ്ഞില്ലേ? സ്കൂളൊക്കെ പോയിട്ട് നന്നായിട്ട് ടീച്ചേഴ്സ് പറയുന്നതൊക്കെ കൃത്യമായിട്ട് കേൾക്കണം എന്നൊക്കെ പറഞ്ഞു. സ്കൂളിൽ പോയിട്ട് അടിപിടി കൂടാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം അടിപിടി കൂടുന്ന ആളാണോ നീലാഞ്ജന? ആണോ?
ചെറിയ അടിപിടിയൊക്കെ കൂടാറുണ്ടോ അവിടെ? ചെറുതായിട്ടല്ലേ? പേരെന്താ നമ്മളുടെ? ശ്രീരുദ്ര. ശ്രീരുദ്ര. പാട്ട് പാടോ ശ്രീരുദ്ര? പാട്ട് പഠിക്കുന്നുണ്ടോ? പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. നാടൻ പാട്ടാണോ അല്ലെങ്കിൽ സിനിമ പാട്ടാണോ? എന്ത് പാട്ടാണ് കൂടുതൽ ഇഷ്ടം? സിനിമ. സിനിമ പാട്ട്. മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? നിങ്ങൾ ഈ നാട്ടിൽ ഓണാഘോഷ പരിപാടിക്ക് മത്സരത്തിൽ പങ്കെടുത്തായിരുന്നോ? ഏത് പരിപാടിക്ക് മത്സരത്തിൽ പങ്കെടുത്തു? സമ്മാനം കിട്ടിയോ? സമ്മാനം കിട്ടിയോ? ഇവിടുന്ന് സമ്മാനം വാങ്ങിക്കണം ചേട്ടൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ. പേര് പറ. ഋതുനന്ദ. ഒന്നും കഴിച്ചില്ലേ ഉച്ചക്ക്? എന്ത് പറ്റി? ഭയങ്കര ക്ഷീണം പോലെ തോന്നുന്നു ഋതുനന്ദ. വീട്ടിലായിരിക്കേണ്ട ഋതുനന്ദയുടെ? ഏട്ടനായിട്ട് വഴക്കൊക്കെ കൂടാറുണ്ടോ? കണ്ണ് വരെ നല്ല എന്താ ഒരു വരയൊക്കെ വെച്ചിട്ടുണ്ട്. അതിനെന്താ പേര് പറയാ? വാൽ. ആരാ വരച്ചതെന്നേ? ഒറ്റയ്ക്കാണ് വരച്ചത്? അമ്മ പറഞ്ഞില്ലേ ഇങ്ങനെ വാലൊന്നും വരച്ചിട്ട് സ്കൂളിൽ പോകാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ? അമ്മ പറയുന്ന എല്ലാം കൃത്യമായിട്ട് കേൾക്കാറുണ്ടോ? പേര് പറ. എവിടെയാണ് സിൽന സ്ഥലം? ഇടത്തട്ട. സുഖായിരിക്കുന്നോ? വീട്ടിലാരൊക്കെയാ ഉള്ളത്? അച്ഛനും അമ്മയും പാപ്പനും അച്ഛനും. ഒരുപാട് പേരുണ്ട്. ഒരുപാട്. അമ്മമ്മ നല്ലതാണോ? പെട്ടെന്ന് പറയുന്നത് ദേഷ്യം വരുന്ന ആളാണോ അമ്മമ്മ? അമ്മമ്മയുടെ പേരെന്താ? പുഷ്പവല്ലി അമ്മമ്മ. എന്തിനാണ് എൻ്റെ മോളോട് ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട ആവശ്യം? പറഞ്ഞില്ല എന്തിനാ അമ്മമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു ചോദിച്ചിട്ടില്ല ഇതുവരെ? അമ്മമ്മ എന്താ പറഞ്ഞേ? ഇനി ഞാൻ ദേഷ്യപ്പെടുന്ന അങ്ങനെ പറഞ്ഞു കേട്ടോ. പുഷ്പവല്ലി അങ്ങനെ പറഞ്ഞു കേട്ടോ. ശരി, എല്ലാവരും കൂടി ഒരു പാട്ട് പാടി തരാമോ? ഇഷ്ടമുള്ളൊരു പാട്ട് എല്ലാവരും ഗ്രൂപ്പായിട്ട് പാടിയാ. റെഡി? 1 2 3 സ്റ്റാർട്ട്. प्यारी प्यारी अम्मा मेरी मीठे मीठे गीत सुनाती, ताज़ा ताज़ा दूध पिलाती, तरह तरह का गाना देती, मेरी सारी बातें सुनती, अच्छी अच्छी सिखें देती, संग सुलाती सुबह जगाती, कितने प्यारी अम्मा मेरी. അടിപൊളി, സൂപ്പർ. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ഇതിലാരാ ടീം ലീഡറായിട്ട് ആരാ നിൽക്കുന്നത്? ഓക്കെ, ആരാധ്യ റെഡിയാണോ? ഓക്കെ. അപ്പോൾ ആരാധ്യയാണ് ഇതിൽ ടീം ലീഡർ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നമുക്കൊരു 7ാം ക്ലാസ്സിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് എന്തായാലും മക്കളോട് ചോദിക്കാൻ പറ്റില്ല. വളരെ ചെറിയ ചോദ്യവും ചോദിക്കാൻ പറ്റില്ല. ആ ഒരു രീതിയിലുള്ള ചോദ്യം വേണം ചോദിക്കാൻ വേണ്ടിയിട്ട്. ചോദ്യം ചോദിച്ച് ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ നല്ല സമ്മാനങ്ങൾ തരാം. ഓക്കെ, ആലോചിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഉത്തരം പറയാം. കൂടി ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. പിന്നെ ഒരു ചോദ്യത്തിന് 4 ഓപ്ഷനും തരാം. ഓപ്ഷനും കേട്ടിട്ട് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഓപ്ഷൻ ഫുള്ളായിട്ട് കേൾക്കണം, എന്നിട്ട് ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ. ശരി, അപ്പോൾ ആരാധ്യയാണ് ടീം ലീഡർ. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് എൻട്രി റൗണ്ട്. ഒരു 3 ജീവികളുടെ പേര് ചേട്ടൻ പറയാം. അതിൽ എനിക്ക് ഉത്തരം വേണ്ട ചോദ്യം എന്ന് പറയുന്നത് ആലോചിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. പെട്ടെന്ന് എടുത്തു പിടിച്ച് പറയരുതേ. ഇതിൽ വാൽ മുറിച്ചാലും വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വാൽ വളരുന്ന ജീവി അരണയാണോ, പല്ലിയാണോ, കുറുക്കനാണോ? വാൽ മുറിച്ചാലും വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വാൽ വളരുന്ന ജീവി പല്ലിയാണോ, കുറുക്കനല്ലേ? അരണയല്ല, കുറുക്കനാണോ എന്നൊരു സംശയമില്ലേ? പല്ലി തന്നെ ഉറപ്പാ? വാൽ മുറിച്ചു കഴിഞ്ഞാലും എന്തിനാ അത് വാൽ മുറിക്കണത്? എന്തിനാ? ആളുകളിൽ നിന്ന് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇത് ആരാ പഠിപ്പിച്ചെന്നത്? അധികം പറഞ്ഞു തരാറുണ്ട്. ഓക്കെ, പറഞ്ഞിരിക്കുന്നത് പല്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പല്ലി എന്നുള്ളത് റൈറ്റ് ആൻസർ. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് എല്ലാവരും ടച്ച് ചെയ്ത് പിടിച്ചേ. കണ്ണൂർ കാൾടെക്സ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കാൾടെക്സിൽ ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം, മൊബൈലും ലാപ്ടോപ്പൊക്കെ വെക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ സർവീസിങ് സെൻ്ററാണ്, വലിയൊരു ഷോപ്പാണ്. അപ്പോൾ അവർ സ്പോൺസർ ചെയ്യുന്ന, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്ത സമ്മാനമാണ്. ഓക്കെ, അപ്പോൾ ടീം ലീഡർ ഇത് കയ്യിൽ പിടിക്കുക. ഓക്കെ, നമുക്ക് 2ാമത്തെ റൗണ്ടിലേക്ക് പോവാം. ആലോചിച്ചിട്ട് ഉത്തരം പറയണം കേട്ടോ. ശരി, സെക്കൻഡ് റൗണ്ട് ഈസി റൗണ്ട്. ഞാൻ പറയുന്നവയിൽ കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? കടുവ, ചെന്നായ, പുള്ളിപ്പുലി, സിംഹം. സിംഹത്തിനെയാണോ കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്നത്? കാട്ടിലെ രാജാവ് സിംഹമാണ്. അത് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചാണോ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചാണോ? കാട്ടിലെ രാജാവ് സിംഹമാണ്. അപ്പോൾ സിംഹത്തെ പോലെ ആവണല്ലേ നമ്മളെല്ലാവരും? എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ രാജാക്കന്മാരായിട്ട് മാറണം. കാട്ടിലെ രാജാവ് സിംഹം. റൈറ്റ് ആൻസർ. ബാഗ് ആൻഡ് ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂം ഇട്ടിട്ടാണ് കണ്ണൂർ. നമുക്ക് സ്കൂൾ ബാഗൊക്കെ എടുത്തിട്ട് വരാറില്ലേ, അതുപോലെ ബാഗുകളൊക്കെ വെക്കുന്ന വലിയൊരു ഷോറൂമാണ് കണ്ണൂരെ. ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സമ്മാനമുണ്ട്. ചേട്ടൻ ഒരു ചോദ്യം കൂടി ചോദിക്കും.
മക്കളതിന് കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ വലിയൊരു സമ്മാനം തരാം. വലിയ ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന വലിയ സമ്മാനം. പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ ഈ സമ്മാനം ചേട്ടൻ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങിക്കും. ഇപ്പോൾ പിന്മാറുകയാണെങ്കിൽ ക്ലാസ്സിലേക്ക് ഈ സമ്മാനങ്ങൾ കൊണ്ട് ക്ലാസ്സിലേക്ക് തിരിച്ചു പോകാം. മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകണോ അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തുന്നോ? മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകണോ അല്ലേ? വെരി ഗുഡ്, ഗ്രേറ്റ്, സൂപ്പർ. അപ്പോൾ 5ാം ക്ലാസ്സിലെ കുട്ടികളാണെന്ന് കൂടി ചിന്തിക്കണം. മൂന്നാമത്തെ റൗണ്ടിലേക്കാണ് പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3rd റൗണ്ട് ഓഡിയൻസ് ചോയ്സ്. ഞാൻ പറയുന്ന ഒരു 4 പാമ്പുകളെ പേടിയല്ലേ? ഒരു 4 പാമ്പിൻ്റെ പേര് പറയാം. ഏത് പാമ്പാണ് കൂടുണ്ടാക്കുന്നത്? അണലിയാണോ, കരിനാഗമാണോ, രാജവെമ്പാലയാണോ, വെള്ളിക്കെട്ടനാണോ? പാമ്പ് കൂട്, ഏത് പാമ്പാണ് കൂടുണ്ടാക്കുന്ന പാമ്പ് ഏതാണ്? അണലി, കരിനാഗം, രാജവെമ്പാല, വെള്ളിക്കെട്ടൻ. ഏത് പാമ്പാണ് കൂടുണ്ടാക്കുന്നത്? അത് ഡിസ്കസ് ചെയ്തോ, ഒന്നും കൂടി ആലോചിച്ച് ചോദിക്കും. നമുക്ക് അണലി ഞാൻ അങ്ങോട്ട് എടുത്തു കളയാം. അണലിയല്ല കേട്ടോ, അണലിയല്ല. കരിനാഗമാണോ, രാജവെമ്പാലയാണോ, വെള്ളിക്കെട്ടനാണോ? അത് ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഉത്തരം ഒന്നും കൂടി എല്ലാവരും ഓക്കെ ആണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. കൂടുണ്ടാക്കുന്ന പാമ്പ് ഏതാണ്? കരിനാഗമാണോ, ഇതിനൊക്കെ കണ്ടിട്ടുണ്ടോ? രാജവെമ്പാലയെ കണ്ടിട്ടുണ്ടോ? വെള്ളിക്കെട്ടനെ കണ്ടിട്ടുണ്ടോ? അണലീനെ കണ്ടിട്ടില്ലേ? അതിനെ കണ്ടിട്ടോ? ഏത് പാമ്പാണ് കൂടുണ്ടാക്കുന്നത്? കരിനാഗമാണോ, രാജവെമ്പാലയാണോ, വെള്ളിക്കെട്ടനാണോ? രാജവെമ്പാലയാണ് കൂടുണ്ടാക്കുന്നത്. അതും എവിടുന്ന് കേട്ട? എല്ലാവരും ഇങ്ങനെ പഠിച്ചതാട്ടോ. ഇവർ മീൻസ് നമ്മൾ ചില സന്ദർഭങ്ങളിലൊക്കെ പഠിക്കുന്ന അല്ലെ കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല എന്ന് പൊതുവെ പറയും. പറഞ്ഞിരിക്കുന്നത് രാജവെമ്പാലയാണ് കൂടുണ്ടാക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ഫസ്റ്റ് അണലി എന്ന് പറയാൻ കാരണം പറഞ്ഞിരിക്കുന്നത് രാജവെമ്പാലയാണ് കൂടുണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. രാജവെമ്പാല കൂടുണ്ടാക്കും. റൈറ്റ് ആൻസർ. 5ാം ക്ലാസ്സിലെ മക്കളാണ് മത്സരിക്കുന്നതെന്ന് നോക്കണം. വേറെ ഒരു സൂചനകളൊന്നും ഇല്ലാതെയാണ് ഇവർ ഉത്തരം പറഞ്ഞതെന്നും കൂടി നോക്കണം. അതാണ് നമ്മൾ ചില സന്ദർഭങ്ങളിൽ കേൾക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാറില്ല. അതാണ് മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കുക. അപ്പോൾ ഇതാ ബാഗ് ആൻഡ് ബാഗ്, ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂം ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സമ്മാനമാണ്. അടിപിടിയൊന്നും കൂടാറില്ലല്ലോ ആരും. എല്ലാവരും നല്ല മക്കളല്ലേ? നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. ടീച്ചേഴ്സ് പറയാറില്ലേ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്? നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. ടീച്ചറാവണം, IPS ആവണം, കലക്ടർ ആവണം, ഡോക്ടർ ആവണം, എല്ലാം ആവട്ടെ. അടിപൊളി കേട്ടോ. ബാഗ് ആൻഡ് ബാഗ്, ബാഗുകൾക്ക് മാത്രമായുള്ള ഷോറൂം ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഉദയം മാഡം UP സ്കൂളിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചത്. ഇമേജ് മൊബൈൽ കിസിൻ്റെ മനോഹരമായിട്ടുള്ളൊരു വിദ്യാലയമാണ്. നമ്മുടെ യാത്ര ചെയ്തതിൽ വെച്ച് ഹൈടെക് എന്ന് പറയുമെങ്കിലും ചിലപ്പോൾ അത് വാക്കുകൊണ്ട് മാത്രം ചുരുങ്ങിപ്പോകുന്ന ചില വിദ്യാലയങ്ങളുണ്ട്. പക്ഷേ ഹൈടെക് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കാണണമെങ്കിൽ ഈ ഒരു വിദ്യാലയത്തിലേക്ക് വരണം. ഏതാണ്ട് 160 വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു വിദ്യാലയമാണ്. പഠിച്ചിറങ്ങിയ കുട്ടികൾ എത്രയാണ്, ഏതൊക്കെ മേഖലകളിൽ ജോലി ചെയ്യുന്ന കുട്ടികൾ എത്രയാണ്, അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം അത്രമാത്രം ഈ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും, കായികമായി ബന്ധപ്പെട്ടും, കലാമേഖലയുമായി ബന്ധപ്പെട്ട് വികസനത്തിൻ്റെ പാതയിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിദ്യാലയം കൂടിയാണ് ഉദയം മാഡം എന്ന് പറയുന്ന ഒരു വിദ്യാലയം. അതിനടുത്തുള്ള ക്ഷേത്രം സുന്ദരമായിട്ടുള്ള സ്ഥലം, മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ മഴ പെയ്യുമ്പോൾ നല്ല മഴയാണ്, വെയിലാണെങ്കിൽ ഒടുക്കത്തെ വെയിൽ എന്ന് പറയുന്നത് പോലെ നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഉള്ള സ്ഥലമൊക്കെ വെച്ചിട്ട് അത്രമാത്രം സ്ഥലമുണ്ട്, ഷൂട്ട് ചെയ്യാൻ അത്രമാത്രം സ്ഥലമുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഹാപ്പി അല്ലല്ലോ മക്കളെല്ലാവരും? അടിപൊളിയാണല്ലോ. ഈ സമ്മാനമൊക്കെ എന്ത് ചെയ്യും? ടീച്ചർക്ക് കൊടുക്കാനാ? വീതം വെച്ചെടുക്കണം കേട്ടോ. ഇത് ബാക്കി വരുന്ന ടീച്ചർക്ക് കൊടുത്താൽ മതി. ശരി, അപ്പോൾ എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരട്ടെ. ഈ ഒരു വിദ്യാലയത്തിന് ഒരുപാട് നല്ല വിദ്യാർത്ഥികൾ ഉണ്ടാവട്ടെ, നല്ല വിജയശതമാനം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ നിങ്ങളുടെ വിദ്യാലയത്തിലേക്ക് വരണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഒരുപാട് പേര് അവരുടെ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുവാനും ആ വിദ്യാലയത്തെ പരിചയപ്പെടുത്തുവാനും വേണ്ടിയിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സിമ്പിൾ, അതിൽ വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങളുടെ വിദ്യാലയം തേടിയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതുപോലെ നല്ല ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഞങ്ങൾക്ക് അയച്ചാൽ. അപ്പോൾ അതുപോലെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ മുഖങ്ങളുമായിട്ട് പുതിയ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘു. ടേക്ക് കെയർ. ബൈ. താങ്ക് യു.